രോഗി നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഓടുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും എല്ലാം ഈ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് കറണ്ട് ആയിരിക്കും തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ വൈശാഖ്. ഹായ് ഷാൻ. ഒ പി ഒക്കെ കഴിഞ്ഞോ? ഒ പി കഴിഞ്ഞു. ഒ പി ഏകദേശം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കേസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു അഡാപ്റ്റീവ് DBSന്റെ ഡേറ്റ റിവ്യൂ ഉണ്ടായിരുന്നു. അഡാപ്റ്റീവ് DBS ഞാനും കേട്ടു. എന്താ സംഭവം? അഡാപ്റ്റീവ് DBS നമ്മൾ കൺവെൻഷണൽ DBS അഥവാ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പ്രൊസീജിയർ പാർക്കിൻസൺ രോഗികൾക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ പാരാമീറ്റേഴ്സ് മോഡിഫൈ ചെയ്ത് ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് നമ്മൾ രോഗലക്ഷണത്തെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ബാറ്ററിയിൽ നിന്നൊരു പ്രത്യേക കറണ്ട് ഒരു പ്രത്യേക തോതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. രോഗി നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഓടുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും എല്ലാം ഈ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് കറണ്ട് ആയിരിക്കും തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അഡാപ്റ്റീവ് DBS എന്ന് പറഞ്ഞാൽ അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് ബ്രെയിനിൻ്റെ അടുത്ത് നിങ്ങൾ ബ്രെയിനിനെ സെൻസ് ചെയ്തിട്ട് ഇന്ന പർട്ടിക്കുലർ ആക്ടിവിറ്റി ഇത്രയിൽ കൂടുതൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൊടുക്കുന്ന കറണ്ടിൻ്റെ തോത് കൂട്ടുക. അതേപോലെ ഈ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്ന സമയത്ത് ബ്രെയിനിൽ നിങ്ങൾ സെൻസ് ചെയ്യും. അതായത് ബാറ്ററി ബ്രെയിനിലെ ആക്ടിവിറ്റി നോക്കുമ്പം ആക്ടിവിറ്റി കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കറണ്ട് ഇത്രയ്ക്ക് കുറച്ച് വയ്ക്കൂ എന്ന് നമ്മൾ ബാറ്ററിയോട് പറയും. അത് നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ പേഷ്യൻറ്റിന് എങ്ങനെയാണ് ആ പേഷ്യൻ്റെ ഒരു ജീവിതം ദിവസം മുമ്പോട്ട് പോയത് എന്ന് നമുക്ക് ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം ഉറങ്ങുന്ന സമയം കൃത്യമായിട്ട് മനസ്സിലാവും. ഉറങ്ങുന്ന സമയത്ത് ആക്ടിവിറ്റി കുറവാണ്. ആ സമയത്ത് ബാറ്ററി വളരെ മിനിമം കറണ്ടേ കൊടുത്തിട്ടുള്ളൂ. അതേസമയം അദ്ദേഹം ഉണർന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുന്നതും കറണ്ട് അതിനനുസരിച്ച് കൂടുകയും ചെയ്തു. ചില സമയത്ത് അദ്ദേഹം വളരെ ആക്റ്റീവായി ഫാമിലി ഫംഗ്ഷന് പങ്കെടുത്ത ഒരു പെർട്ടിക്കുലർ ദിവസം ഈ കറണ്ട് കൺട്രോൾ പോരാ. അതായത് കറണ്ട് കൊടുക്കുന്നതിനേക്കാൾ മുകളിൽ ഈ ബ്രെയിനിലെ ആക്ടിവിറ്റി പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ കറണ്ടിൻ്റെ ത്രഷോൾഡ് എന്ന് പറയും, അത് കൊടുക്കേണ്ട ലിമിറ്റ് നമ്മളൊന്ന് കൂട്ടി വെച്ചു. അപ്പം ശരിക്കും ഒരാളുടെ ലൈഫിൽ ലൈവായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ആൾക്ക് എത്രത്തോളം സ്റ്റിമുലേഷൻ ആവശ്യമുണ്ട്, ബെറ്റർ സിംറ്റം കൺട്രോളിന് അത് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ക്ലിയർ ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഡേറ്റ നമുക്ക് കിട്ടും. ഇപ്പോൾ ടിപ്പിക്കലി ഇതാണ് നമ്മൾ പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ അഡാപ്റ്റീവ് DBS ഉള്ള പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യമില്ല, സെൽഫായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. നമ്മൾ പ്രോഗ്രാമിംഗ് മാത്രമല്ല, നമ്മൾക്ക് ആ ബാറ്ററിയിൽ അവരുടെ ദൈനംദിന ഓരോ ദിവസവും അവരുടെ ബ്രെയിനിൽ എന്ത് വ്യത്യാസം നടക്കുന്നു, എന്ത് സിഗ്നൽ എത്ര മണിക്ക് എത്ര സിഗ്നൽ നടക്കുന്നു എന്നുള്ളത് ആ മെഷീൻ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇവർ 3 മാസം കഴിഞ്ഞ് ഫോളോ അപ്പിന് വരുമ്പോൾ നമുക്ക് ഇന്ന ദിവസം അവർ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ദിവസത്തെ ഡേറ്റ എടുത്തിട്ട് അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നമുക്ക് ആ ഡേറ്റ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്താണെന്ന് സംഭവിച്ചതെന്നുള്ള ആ ഡേറ്റ വെച്ചിട്ട് ഈ കറണ്ടിനെ നമുക്ക് ഏത് രീതിയിൽ മോഡിഫൈ ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ബെറ്റർ ആവും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ അഡാപ്റ്റീവ് DBS വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ പേഷ്യനും അവർക്ക് ടൈലർ ചെയ്ത രീതിയിൽ. അതാണ് പ്രിസിഷൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ. ഓരോ പാർക്കിൻസൺ രോഗിയുടെയും ലക്ഷണം ഡിഫറൻ്റ് ആയിരിക്കും. മുമ്പ് നമ്മൾ DBS വെച്ചിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ അവരുടെ ഒരു ഓടക്കണക്കിൽ നമ്മളൊരു കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അഡാപ്റ്റീവ് DBSൽ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് അവരുടെ ലക്ഷണത്തെ നിയന്ത്രിച്ച് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കറണ്ടിനെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. നല്ലൊരു ആശയം. താങ്ക് യു.